പിതൃതർപ്പണ പുണ്യത്തിൽ കേരളം വീടുകളിലും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലുമെല്ലാം പുലർച്ചെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ആലുവ, മണപ്പുറം, തിരുവല്ലം പരശുരാമക്ഷേത്രം, ശംഖുമുഖം, വർക്കല പാപനാശം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം, തിരുനെല്ലി പാപനാശിനി, കോഴിക്കോട് വരക്കൽ കടപ്പുറം തുടങ്ങിയ തർപ്പണ കേന്ദ്രങ്ങളിലുമെല്ലാം വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തത്സമയ വിവരങ്ങളുമായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം പോകുന്നത് കൊല്ലം തിരുമുല്ലവാരത്തേക്കാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി മനോജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മനോജ്, അങ്ങനെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുമുല്ലവാരം. അവിടെ പുലർച്ചെ മുതൽ തന്നെ ആളുകൾ എത്തിത്തുടങ്ങി, ബലിതർപ്പണ ചടങ്ങുകളുടെ ഭാഗമായി തുടങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് തിരുമുല്ലവാരം ക്ഷേത്രത്തിലെ ആ കടലോരത്തെ വിശേഷങ്ങൾ? പറയൂ. തിരുമുല്ലവാരത്ത് ബലിതർപ്പണ കേന്ദ്രത്തിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ മുതൽ തന്നെ ഒരുപാട് പേർ, അതായത് വിവിധ ദേശങ്ങളിൽ നിന്നായി തിരുമുല്ലവാരത്തേക്ക് എത്തിത്തുടങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഇവിടെ വലിയ തിരക്കായിരുന്നു. അതിനുശേഷം പുലർച്ചെ മുതൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ബലിതർപ്പണ കേന്ദ്രത്തിലെ ഈ കടൽ തീരത്ത് ഭക്തർ ബലി അർപ്പിക്കുന്നതാണ്. പിതൃപുണ്യം തേടി ഇവിടേക്ക് എത്തുന്ന ഒരുപാട് ഭക്തരുണ്ട്. വിവിധ ക്രമീകരണങ്ങളാണ് ഇവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഗുരുജി സാംസ്കാരിക സമിതിയുടെയും ബലിതർപ്പണ ഭൂമി സംരക്ഷണ പരിപാലന ട്രസ്റ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ, അതോടൊപ്പം ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ വരുന്ന ഭക്തർക്ക് വേണ്ട ബലിതർപ്പണ ചടങ്ങുകൾ അർപ്പിക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കർക്കിടക മാസം, ഈ മാസത്തിലെ ബലിതർപ്പണ ദിവസം എന്ന് പറയുന്നത് ഈ കർക്കിടക വാവ് ബലി ദിവസം. ഈ ദിവസത്തിനേറെ പ്രത്യേകതകളുണ്ട്. ഓരോ ഭക്തരും വ്രതം നോറ്റുകൊണ്ട് തങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം ഏകാനായി, അതായത് അവരെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവർക്ക് ബലിയർപ്പിക്കുവാനായി ഓരോ വർഷവും ഈ കർക്കിടക വാവ് ബലിദിനത്തിൽ ഇത്തരത്തിൽ പുണ്യമായിട്ടുള്ള ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഓരോ മന്ത്രോച്ചാരണങ്ങളോടും കൂടെ അവർ ആ ബലി അർപ്പിക്കുന്ന, അതായത് പൂജാദ്രവ്യങ്ങൾ കൊണ്ട് എള്ളും ദർഭപ്പുല്ലും അതോടൊപ്പം തന്നെ ഈ അരിയും പൂവുമൊക്കെ വച്ചുകൊണ്ട് ആ ദ്രവ്യങ്ങളോടുകൂടി അവർ മന്ത്രോച്ചാരണത്തോടുകൂടി ഈ കടൽ തീരത്തേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തിയ ശേഷം ഇവിടെ ബലിയർപ്പിച്ച ശേഷം അവർ ഓരോരുത്തരും ഭക്തിയാദരപൂർവ്വം ഇവിടെ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിയ ശേഷമാണ് മടങ്ങാറ്. വിവിധ ഇടങ്ങളിൽ നിന്നായി, അതായത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായും തിരുമുല്ലവാരം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളവും ഈ ബലിതർപ്പണ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം നിത്യബലി നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ കർക്കിടക വാവ് ബലിദിനത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അത് ഇന്ന് പുലർച്ചെ മുതൽ തുടങ്ങുന്ന ഈ തിരക്ക് ഇങ്ങനെ തന്നെ നീണ്ടു നിൽക്കും. ഓരോ ദിവസവും ഇവിടേക്ക് സാധാരണ ദിവസങ്ങളിൽ ബലിയർപ്പിക്കാൻ നിരവധി ഭക്തരെത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രത്യേക ദിനങ്ങളിൽ നിരവധി ഭക്തരാണ് എത്തുന്നത്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരുപാട് പേർ, മുതിർന്നവരുണ്ട്, കുട്ടികളുണ്ട്, വനിതകളുണ്ട്, അങ്ങനെ ഒരുപാട് ഭക്തരാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അവരിങ്ങനെ ബലിയർപ്പിക്കാനായി ഈ കടൽ തീരത്തേക്ക്, അതായത് ഈ കടൽ തീരത്ത് തന്നെയാണ് മറ്റ് ക്രമീകരണങ്ങളുള്ളത്. ഇവർക്ക് ചടങ്ങുകൾക്കായുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. തലേന്ന് തന്നെ ഈ വ്രതം എടുത്തുകൊണ്ടാണ് ഈ അമാവാസി ദിവസം കുളിച്ച് ഈറിനണിഞ്ഞാണ് ഈ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഭക്തി പുരസരം ഓരോരുത്തരും ബലിയിടുന്നത്. എള്ളും പൂവും ഉണക്കലിനെയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ ഇവിടെ വരുമ്പോൾ അവർക്ക് അത് നൽകുന്നു. അത് കൊണ്ടാണ് ഈ ചടങ്ങുകളൊക്കെ നടക്കുക. പിതൃക്കളുടെ ആത്മശാന്തിക്കായി പുണ്യതീർത്ഥങ്ങളിലാണ് ബലിയർപ്പിക്കുന്നത് ഈ ഭക്തരൊക്കെ. അത് ഈ കേന്ദ്രമാവട്ടെ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ പ്രഗത്ഭമായിട്ടുള്ള ക്ഷേത്രങ്ങൾ, പ്രമുഖമായിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതുകൂടാതെ തന്നെ വീടുകളിലും അതോടൊപ്പം തന്നെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലും കടവുകളിലുമൊക്കെ ബലിയർപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഓരോ വർഷവും അവരങ്ങനെ കാത്തിരുന്ന് എത്തുകയാണ്. ഈ ദിവസം പുലർച്ചെ തന്നെ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതായത് ഈ പുലർച്ചെ തന്നെ ബലിയിട്ട്
മടങ്ങുന്നവരാണ് കൂടുതലും. പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെടും. രാവിലെ മുതൽ തന്നെ അവിടെ വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരുമെന്നുള്ളതാണ്. പോലീസും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഇവിടെ സജീവമായി ഉണ്ട്. ഇവിടേക്ക് വാഹനങ്ങളൊന്നും തന്നെ ഈ ക്ഷേത്രത്തിനടുത്തേക്ക് എത്താൻ പറ്റില്ല, അത്രത്തോളം തിരക്കാണ്. കാരണം ഇവിടെ ബലിയർപ്പിച്ച് മടങ്ങുന്ന ഭക്തരുടെ തിരക്ക് അത്രത്തോളമാണ്. ഈ ക്ഷേത്രക്കടവുകളിൽ സ്വാഭാവികമായും ബലിയർപ്പിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കടൽ തീരത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. അതായത് ഈ കടൽ തീരത്ത് തന്നെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ബലിയർപ്പിച്ച ശേഷം ഇവിടേക്ക് കയറാൻ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ തിരുമുല്ലവാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം ഇവിടെ ബലിയർപ്പിക്കാനെത്തിയ ഭക്തർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. കാരണം ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ വർഷം. മറ്റ് ആരെയും, അതായത് മറ്റ് ഹൈന്ദവ സംഘടനകളെയോ അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകളെയോ ഒന്നും ഉൾപ്പെടുത്താതെ ദേവസ്വം ബോർഡ് സ്വന്തം നിലയിലായിരുന്നു ഇവിടെ ബലിതർപ്പണത്തിനായുള്ള ചടങ്ങുകൾ ക്രമീകരിച്ചിരുന്നത്. അതിന് ഭക്തരിൽ നിന്നും പണം വാങ്ങിയ ശേഷം അവർക്ക് ബലിയർപ്പിക്കുവാനുള്ള ഈ പൂജാദ്രവ്യങ്ങൾ കൊടുക്കുന്നതിൽ പോലും പിഴവുകൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഇവിടെ എത്തിയ ഭക്തരെ അത്രയധികം വിഷമിപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അവർ വലിയ വിഷമത്തോടെയാണ് മടങ്ങിയത്. അതിനുശേഷം ഒരുപാട് നിയമപോരാട്ടങ്ങളിലൂടെയൊക്കെയാണ് സംയുക്തമായി ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഗുരുജി സാംസ്കാരിക സമിതിയുടെയും ഈ ബലിതർപ്പണ ഭൂമി സംരക്ഷണ പരിപാലന ട്രസ്റ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഒരുമിച്ച് നടത്താം, അതായത് ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരുമിച്ച് നടത്താം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഹൈക്കോടതിയുടെ തീരുമാനപ്രകാരം പിന്നീട് എല്ലാവർക്കും ഒരുമിച്ച് പന്തലുകൾ കെട്ടി ഇവിടെ ചടങ്ങുകൾ നടത്താനുള്ള ഒരു അനുമതി ലഭിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ ഭാഗത്താണ് ഓരോ പന്തലുകളും വരുന്നത്. ഈ പന്തലുകളിൽ ഭക്തർ ഇരുന്ന് ഈ പൂജാദ്രവ്യങ്ങളൊക്കെ ചേർത്ത് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കിയാണ് ഈ കടൽ തീരത്തേക്ക് മടങ്ങുക. ഇവിടെ അത്രയധികം ഭക്തർ ഉണ്ട് എന്നുള്ളതാണ്. വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ഈ ദിവസം. അതായത് ഈ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം പരിസരവാസികൾക്കും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേർക്കും കൃത്യമായും ഈ ദിവസത്തെ തിരക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ പുലർച്ചെ മുതൽ ഇവിടെ ഈ പരിസരത്തൊക്കെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ബലിയർപ്പിക്കുകയാണ്. അതായത് ഈ ചടങ്ങുകൾക്ക് ഭാഗമാകുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഭക്തർ അവരുടെ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പൂജാദ്രവ്യങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് ദർഭപ്പുല്ല് ധരിച്ചുകൊണ്ട് അങ്ങനെ പൂവും ഉണക്കലരിയും എള്ളുമൊക്കെ ചേർത്തുകൊണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകുകയാണ്. മന്ത്രോച്ചാരണത്തോടുകൂടി കർമ്മികൾ ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രം തങ്ങളുടെ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ മോക്ഷത്തിനായി ആ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഇവിടെ നിന്നും ചടങ്ങുകൾ പൂർത്തിയാക്കി ഈ കടൽ തീരത്തേക്ക് പോകുക. അങ്ങനെ ഈ കർക്കിടക വാവ് ബലിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഇവിടെ വന്നു കഴിഞ്ഞാൽ, അതായത് തിരുമുല്ലവാരത്ത് വന്നു കഴിഞ്ഞാൽ സാധാരണ ബലിതർപ്പണ കേന്ദ്രത്തിൽ നിത്യബലി അർപ്പിക്കുന്നത് കാണാം. എന്നാൽ ഈ ദിവസം വളരെയധികം പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ ഇവിടേക്ക് ബലിയർപ്പിക്കാൻ എത്തുന്ന ഭക്തരുടെ എണ്ണം അത് നമ്മൾ വിചാരിക്കുന്നതിനും അധികമാണ്. അത്രയധികം ഹൈന്ദവ ആചാരപ്രകാരം ഈ ബലിയർപ്പിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി, നമ്മുടെ പിതൃക്കൾ എന്ന് പറയുന്നത് അവരെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. കാരണം അവർക്ക് വേണ്ടി നമുക്ക് ഈ ബലിയർപ്പിക്കുന്നത് അവരുടെ മോക്ഷത്തിന് വേണ്ടിയാണ്. അത്രയധികം ഭക്തിയാദരപൂർവ്വം, കാരണം ആ ഒരു സങ്കല്പം നമ്മുടെ എല്ലാം മനസ്സുകളിലുണ്ടാവും. ആ സങ്കല്പം അവരുടെ പേരും അല്ലെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാവുന്നതിലും അപ്പുറം നമ്മളുടെ മുഴുവൻ പിതൃക്കൾക്കും വേണ്ടിയാണ് ഈ ദിവസം ബലിയർപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള, അതായത് പിതൃ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് ബലിയർപ്പിക്കാനാണ് ഓരോ ഭക്തരും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ അത്രയധികം വ്രതം നോറ്റുകൊണ്ട് പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ ബലി അർപ്പിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഭക്തർക്ക് ഓരോരുത്തർക്കും ബലിയർപ്പിക്കുവാനുള്ള പൂജാദ്രവ്യങ്ങൾ നൽകുകയാണ്. അങ്ങനെ ആ ദ്രവ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മന്ത്രോച്ചാരണത്തോടുകൂടെ ഈ ബലി അർപ്പിച്ച് ഇവിടെ നിന്നും മടങ്ങുമ്പോൾ അവരുടെ മനസ്സിനൊരു സംതൃപ്തിയാണ്. കാരണം പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബലി അർപ്പിക്കുന്നത്, അവരുടെ മോക്ഷത്തിന് വേണ്ടിയിട്ട് ബലിയർപ്പിക്കുന്നത് ഓരോ ഭക്തരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിന് സംതൃപ്തി നൽകുന്നതാണ്. കാരണം ജീവനോടെ ഇരിക്കുമ്പോൾ അല്ല, മരിക്കുമ്പോൾ പോലും അവരെ നമ്മൾ അതിനുശേഷം, പിതൃക്കളായതിനു ശേഷം അവരെ നമ്മൾ ഓർക്കുന്ന ദിവസങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദിവസം എന്ന് പറയുന്നത്
അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരിയാണ് മനോജ്. സമയം മനോജ് സൂചിപ്പിച്ചതുപോലെ പിതൃപുണ്യം തേടി ആയിരങ്ങൾ വിവിധ ക്ഷേത്രങ്ങളിലേക്കും കടവുകളിലേക്കും ഒക്കെ എത്തുന്ന ദിവസമാണ് ഇന്ന്. എന്തായാലും തിരുമുല്ലവാരം ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്, അവിടുത്തെ വിശേഷങ്ങളുമാണ് മനോജ് പങ്കുവച്ചത്. കൊല്ലം നഗരത്തിൽ നിന്ന് ഏതാണ്ടൊരു 5-6 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നേരത്തെ സൂചിപ്പിച്ച ഈ തിരുമുല്ലവാരം. എന്തായാലും മഹാവിഷ്ണു ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ തന്നെ 108 തിരുപ്പതികളിൽ ഒന്നാണ്. ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു വർഷത്തിൽ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. കഴിഞ്ഞ വർഷം വലിയ പ്രശ്നങ്ങൾ അവിടെ നടന്നിരുന്നു. ഭക്തജനങ്ങൾക്ക് വലിയ പരാതികളുണ്ടായിരുന്നു. കണ്ണീരോടെയാണ് ബലിതർപ്പണത്തിനെത്തിയ നിരവധി ഭക്തർക്ക് മടങ്ങേണ്ടി വന്നത്. പലർക്കും ബലിയർപ്പിക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മാറി ഹൈക്കോടതി ഇടപെടലുണ്ടായി. മാത്രമല്ല ഇന്ന് നിരവധി ഹൈന്ദവ സംഘടനകൾ ഇന്ന് അവിടെ സജീവമാണ്. എന്തായാലും തിരുമുല്ലവാരത്ത് ഇത്തവണ കാര്യങ്ങൾ മനോഹരമായി തന്നെ പുരോഗമിക്കുകയാണെന്നാണ് മനോജ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആലുവ മണപ്പുറത്തേക്കാണ്. കർക്കിടക വാവ് ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്ന്, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും അധികം പേർ കർക്കിടക വാവ് ബലിക്കായി എത്തുന്ന ക്ഷേത്രമാണ് ആലുവ മണപ്പുറം എന്നുള്ളത് നമുക്കറിയാം. അവിടെ നിന്നും മിഥുൻ അയ്യപ്പൻ നമ്മോടൊപ്പം ചേരുകയാണ്. മിഥുനെ, എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി മുതൽ തന്നെ വലിയ തിരക്കായിരിക്കും ആലുവയിലും മണപ്പുറത്തും എല്ലാം അനുഭവപ്പെടുന്നത്. എന്തായാലും എന്താണ് നിലവിലെ ഒരു സാഹചര്യം? ഭക്തജനങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞോ? അവിടെ ബലിതർപ്പണ ചടങ്ങുകളെല്ലാം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മാത്രമല്ല അവിടെ ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്? മിഥുൻ പറയൂ. തീർച്ചയായിട്ടും ഹൈന്ദവ വിശ്വാസികൾ ഏറ്റവും പുണ്യവും അതുപോലെ തന്നെ തൻ്റെ പിതൃപരമ്പരയെ സ്മരിക്കുകയും എല്ലാം ചെയ്യുന്ന ഇന്നത്തെ ഈ ദിനം, ഈ കർക്കിടക വാവ് ദിനം ഇപ്പോൾ ആലുവ മണപ്പുറം ഭക്തിസാന്ദ്രമാണ്. ഒപ്പം തന്നെ ആചാരാനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായി അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പിതൃതർപ്പണ ചടങ്ങുകൾ ആലുവ മണപ്പുറത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ആലുവ മണപ്പുറത്തിന് വലിയ സവിശേഷതയുണ്ട്. 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആലുവ ശിവക്ഷേത്രം. ആ ശിവക്ഷേത്രത്തിനോട് ചേർന്ന് പെരിയാർ ഒഴുകുന്നു. ആ പെരിയാറിൻ്റെ പടിക്കെട്ടുകളിൽ ഇത്തരത്തിൽ ബലിതർപ്പണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി, ഏറ്റവും പുണ്യമായും ആണ് ഭക്തജനങ്ങൾ, ഹൈന്ദവ വിശ്വാസികളെല്ലാം തന്നെ കരുതുന്നത്. അതിൻ്റെ ഒരു ഐതിഹ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം, ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ ജഡായുവിന് വേണ്ടി ഇത്തരത്തിൽ പിതൃകർമ്മങ്ങൾ ചെയ്ത് മരണാന്തര കർമ്മങ്ങൾ ചെയ്തത് ഈ ആലുവ മണപ്പുറത്ത് വെച്ചാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടുന്നത് അവർക്ക് മോക്ഷവും അതുപോലെ തന്നെ അവർക്ക് അതുപോലെ തന്നെ മറ്റ് മരണാന്തരമായിട്ടുള്ള മറ്റ് മോക്ഷങ്ങൾക്കുമെല്ലാം കാരണമാകും എന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഭക്തജനങ്ങളുടെ വലിയ ഒഴുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിതൃതർപ്പണ കേന്ദ്രമാണ് ആലുവ മണപ്പുറം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകൾ ഇന്നത്തെ ദിവസം ഇവിടെ ബലിതർപ്പണത്തിന് വേണ്ടി എത്തും. അതുകൊണ്ട് തന്നെ രാവിലെ 2 മണി മുതലാണ് ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. പുലർച്ചെ 2 മണി മുതൽ ഇവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുകയും ഇന്ന് വൈകിട്ട് 3 മണി വരെയാണ് ഇവിടുത്തെ ബലിതർപ്പണം ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മണപ്പുറത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. കലിതുള്ളി വന്ന മഴയിൽ ഈ ക്ഷേത്രം ഒട്ടാകെ വെള്ളത്താൽ മൂടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സാധാരണയായി സംഭവിക്കാറുള്ളതാണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ സ്വാഭാവികമായി ഭഗവാന്റെ ആറാട്ട് നടക്കുന്ന ഒരു ഇടം കൂടിയാണ്. പുഴ കവിഞ്ഞൊഴുകി ക്ഷേത്രം മുഴുവൻ വെള്ളത്തിനടിയിലാകുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി മഴ വിട്ടു നിൽക്കുന്നതിനാൽ തന്നെ പെരിയാറിലെ ജലനിരപ്പ് താഴുകയും ഈ ബലികർമ്മങ്ങൾക്ക് ഉതകുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ജലനിരപ്പ് താഴുകയും എല്ലാം ചെയ്തതോടുകൂടി ഇപ്പോൾ ബലിതർപ്പണങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധത്തിലുള്ള ചടങ്ങുകളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഭക്തജനങ്ങൾ, ഹൈന്ദവ വിശ്വാസികൾ തങ്ങളുടെ പിതൃക്കൾക്ക് അവർക്ക് അവരുടെ തിലവും അരിയുമെല്ലാം തന്നെ സമർപ്പിക്കുന്ന ആ ഒരു പിതൃതർപ്പണ ചടങ്ങ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ വിവിധ മേഖലകളിലായി ഇവിടെ വിന്യസിപ്പിച്ചിട്ടുള്ളത്.
സജ്ജീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഫയർഫോഴ്സ് അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ അംഗങ്ങളുമെല്ലാം തന്നെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നേവിയുടേതടക്കമുള്ളവരുടെ ഒരു നിരീക്ഷണവും കൂടി ഇവിടെയുണ്ട് എന്നുള്ളതാണ്. മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഇല്ലാതിരിക്കാൻ. ഇപ്പോൾ ഇന്ന് മഴ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പുലരി ആയതിനാൽ തന്നെ ഒരു ആളുകൾക്ക് പ്രശ്നങ്ങളില്ലാതെ ഇത്തവണ ഈ ബലിതകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ബലികർമ്മത്തിൻ്റെ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഒരു കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകളെല്ലാം തന്നെ നടന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും ചെളിയിൽ മുങ്ങിയ ഈ ഇടത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് ഇവിടുത്തെ ക്ലീനിങ് എല്ലാം തന്നെ നടന്നത്. ചെളി പൂർണ്ണമായും മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഭക്തജനങ്ങൾ ഏറെ ഭക്ത്യാദരപൂർവ്വം തൻ്റെ പിതൃസ്മരണകളിൽ മുങ്ങിക്കൊണ്ടൊരു ചെറു കണ്ണുനീരോടുകൂടി തന്നെയാണ് ഇന്നത്തെ ഈ കർക്കടക വാവ് ബലി തർപ്പണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആലുവ മണപ്പുറം ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾക്ക് സജീവമായി തുറന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും മിഥുൻ, എന്തായാലും ഈ ആലുവ മണപ്പുറത്ത് പെരിയാറൊക്കെ കരകവിഞ്ഞൊഴുകിയിരുന്നു. കഴിഞ്ഞ ഈ ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നത് വലിയ രീതിയിലുള്ള ആശങ്കയും സൃഷ്ടിച്ചിരുന്നു. എന്തായാലും ജലനിരപ്പ് താഴ്ന്നത് വലിയ തരത്തിലുള്ള ആശ്വാസമാണ് പിന്നീട് നൽകിയത്. എന്തായാലും ഇപ്പോൾ അവിടെ ആയിരക്കണക്കിന് പേരാണ് വന്ന് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത്. വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ ആലുവ മണപ്പുറത്ത് നിന്നും. ഇനി നമ്മൾ പോകുന്നത് കണ്ണൂർ പയ്യാമ്പലത്തേക്കാണ്. അവിടെ നമ്മുടെ പ്രതിനിധി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുനെ, പയ്യാമ്പലത്ത് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണെന്നറിയാം. അവിടെ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ, വിശേഷങ്ങൾ പറയൂ. കണ്ണൂരിൽ കഴിഞ്ഞ കാലത്ത് തന്നെ സമാനമായി തന്നെ നല്ല സൗകര്യങ്ങൾ ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വിശാലമായ സൗകര്യങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കണ്ണൂരിൽ വിവിധ ഇടങ്ങളിൽ വിവിധ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചടക്കം ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരിടം എന്ന് പറയുന്നത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചാണ്. ആ ബീച്ചിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പയ്യാമ്പലം ബീച്ചിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ വളരെ വിശാലമായ സൗകര്യത്തോടു കൂടി തന്നെ വലിയ ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താറുണ്ട്. ഇത്തവണയും അതിന് മാറ്റമില്ല. ഒരേ സമയം 500ഓളം ആളുകൾക്ക് ബലിതർപ്പണം നിർവഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ചടങ്ങുകൾ നടത്തി വരുന്നുണ്ട്. ആചാര്യന്മാരെ തയ്യാറാക്കി ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കും കൃത്യമായി ബലിതർപ്പണ ചടങ്ങുകൾ തടസ്സമില്ലാതെ ചെയ്തു തീർക്കാൻ എല്ലാ സൗകര്യങ്ങളും കാലങ്ങളായി ചെയ്തു വരുന്ന അതേ രീതിയിൽ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. അപ്പോൾ ആളുകൾക്കൊക്കെ ഈ ബലിതർപ്പണ ചടങ്ങുകൾക്ക് എത്തിയ ആളുകൾക്കൊക്കെ ആവശ്യമായ ഓരോ വസ്തുക്കളും കൊടുത്ത് ചടങ്ങുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ പുലർച്ചെ 3 മണിക്കാണ് ഈ ഒരു കണ്ണൂർ പയ്യാമ്പലത്തെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. അത് ഓരോ വിഭാഗത്തെ ഇങ്ങനെ ചടങ്ങുകൾ കഴിഞ്ഞ് ഓരോരുത്തർ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇവിടെ ലഘുഭക്ഷണവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ചില സന്നദ്ധ സംഘടനകളടക്കം ഇത് നൽകാറുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തവണ സേവാഭാരതിയാണ് പ്രധാനമായും ഈ ബലിതർപ്പണ ചടങ്ങുകൾ പയ്യാമ്പലത്തെ ഏകോപിപ്പിക്കുന്നുണ്ട്. ഒരേ സമയം 500ഓളം ആളുകൾക്ക് ബലിതർപ്പണം നിർവഹിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സജ്ജീകരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രായഭേദമന്യേ നിരവധി പേരാണ് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതാണ്ട് 3 മണിക്ക് തന്നെ ഈ ചടങ്ങുകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. അടുത്ത ഓരോ ഘട്ടമായിട്ടാണ് ഇവിടെ ആളുകൾക്ക് ബലിതർപ്പണം ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഘട്ടം എത്തിയ ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുകയാണ്. കണ്ണൂരിൽ പയ്യാമ്പലത്ത് മാത്രമല്ല വിവിധ ശിവക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ഈ ഒരു ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കണ്ണൂർ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന് സമീപത്തും ഈ ഒരു ബലിതർപ്പണ ചടങ്ങിനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെയും നിരവധി ആളുകൾ ഈ പിതൃക്കൾക്ക് മോക്ഷത്തിന്
ബലിതർപ്പണത്തിനായി എത്തിയിട്ടുണ്ട്. ഈ പയ്യാമ്പലത്ത് കാലങ്ങളായി ആളുകൾ വരുന്ന അതേ രീതിയിൽ തന്നെ ഇത്തവണയും വലിയ തിരക്ക് തന്നെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. സേവാഭാരതിയുടെ ബലിതർപ്പണ ചടങ്ങുകളായിരിക്കും നേതൃത്വത്തിലായിരിക്കും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക എന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ നിലവിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് കണ്ണൂർ പയ്യാമ്പലത്ത്. ശരി മിഥുൻ, കണ്ണൂർ പയ്യാമ്പലം കടലോരത്തെ വിശേഷങ്ങളാണ് മിഥുൻ പിള്ള പങ്കുവച്ചത്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാം, തിരുവനന്തപുരത്തെ ഏത് ക്ഷേത്ര പരിസരത്ത് നിന്നാണ് ഇപ്പോൾ ശ്യാം ചേരുന്നത്? അവിടെ ബലിതർപ്പണ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? ശ്യാമിലേക്ക് വരാം. ഇപ്പോൾ പോകുന്നത് കോഴിക്കോടേക്കാണ്. അവിടെ വരയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും രമ്യയാണ് ചേരുന്നത്. രമ്യ, കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നു മാത്രമല്ല, ഈ കർക്കിടക വാവ് ദിവസം ഏറ്റവും കൂടുതൽ പേർ എത്തുന്ന മലബാറിലെ ഒരു ക്ഷേത്രം കൂടിയാണ് വരയ്ക്കൽ ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണോ? ഭക്തജന തിരക്കുണ്ടോ? എങ്ങനെയാണ് വിശേഷങ്ങൾ? പറയൂ. ആതിര, കോഴിക്കോട് ഈ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമിയിലെ ചടങ്ങുകൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ജനത്തിരക്ക് തന്നെ, അതായത് വിശ്വാസികളുടെ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെ ഈ ബലിതർപ്പണ ഭൂമിയിലുണ്ട്. നേരത്തെ ആതിര സൂചിപ്പിച്ചതുപോലെ ഈ വരയ്ക്കൽ ബലിതർപ്പണ ഭൂമി എന്ന് പറയുന്നത് ഇത്തരത്തിൽ കർക്കിടക വാവുബലി മാത്രമല്ല, എല്ലാ ദിവസവും ബലിതർപ്പണം നടക്കുന്ന ഒരു ഭൂമി കൂടിയാണ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടം തന്നെയാണ്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ തിരക്ക് തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആളുകൾ, വിശ്വാസികൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നുണ്ട്. അതായത് ഈ വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രവും അതുപോലെ തന്നെ വരയ്ക്കൽ ഈ ഒരു ബലിതർപ്പണ ഭൂമിയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ പരശുരാമനെ പ്രതിഷ്ഠ നടത്തിയ നൂറ്റെട്ടാമത്തെയും അതുപോലെ തന്നെ അവസാനത്തെയും ദേവീക്ഷേത്രമാണ് ഈ വരയ്ക്കൽ ദുർഗാദേവി ക്ഷേത്രം. അതുപോലെ തന്നെ താൻ നിഗ്രഹിച്ച ക്ഷത്രിയരുടെയൊക്കെ ആത്മാക്കൾക്കായി മോക്ഷം ലഭിക്കുന്നതിനായി പരശുരാമൻ തന്നെയാണ് ഇവിടെ ആദ്യമായി ഇത്തരത്തിൽ വാവുബലി തുടങ്ങിയത് എന്നുള്ളത് തന്നെയാണ് പറയപ്പെടുന്നത്. അതിനാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, കോഴിക്കോട് ജില്ലയെ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം തന്നെയാണ്. കോഴിക്കോട് മറ്റിടങ്ങളിലുമുണ്ട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അതുപോലെ തന്നെ കൊയിലാണ്ടി, മൂടാടി, ഉരുമുണ്യക്കാവ് ക്ഷേത്രം, അങ്ങനെ അത്തരത്തിൽ മറ്റു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ചടങ്ങുകളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കോഴിക്കോട് നഗരമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന മേഖലയാണ്. അതുപോലെ തന്നെ ധാരാളം വിശ്വാസികൾ വന്ന് ഇവിടെ നിത്യേന ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്ന ഒരിടം കൂടിയാണ് ഈ വരയ്ക്കൽ. അതിനാൽ തന്നെ ഈ കർക്കിടക വാവുബലിയുമായി ബന്ധപ്പെട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്. നിരവധി വിശ്വാസികളും ഭക്തജനങ്ങളുമാണ് ഇവിടെ എത്തി ഇത്തരത്തിൽ ഈ പിതൃക്കളുടെ എല്ലാം മോക്ഷപ്രാപ്തിക്കായി ചടങ്ങുകളെല്ലാം നടത്തുന്നത്. അതായത് നമുക്കറിയാം, കർക്കിടക വാവുബലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം തന്നെയാണ് ഹിന്ദു വിശ്വാസ പ്രകാരമുള്ളത്. അതായത് പിതൃക്കളുടെ ഈ പ്രീതിയിലൂടെ തന്നെ ഈ കർക്കിടക വാവുബലിക്ക് ഇത്തരത്തിലൊരു ബലിയിടുന്നതിലൂടെ പിതൃക്കളുടെ പ്രീതി സമ്പാദിക്കാനും അതുപോലെ തന്നെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും എല്ലാം കൈവരുമെന്നൊക്കെയാണ് വിശ്വാസം. ഈ കർക്കിടക വാവ് ദിനത്തിൽ പൂർവികരെ സ്മരിക്കുന്നതും അതുപോലെ തന്നെ ബലിതർപ്പണം നടത്തുന്നതുമായ പിതൃശാപം അകറ്റാനും എല്ലാമാണ്, ഇത്തരത്തിൽ അവരുടെ അനുഗ്രഹം ലഭിക്കാനുമാണ്, കുടുംബത്തിൻ്റെ ഭാവി തലമുറയ്ക്കും നന്മകളും ഒക്കെ ഐശ്വര്യവും സഹായകരമാകുമെന്നുള്ളത് തന്നെയാണ് ഈ കർക്കിടക വാവുബലിയുടെ ഒരു വിശ്വാസവും എല്ലാം ഉള്ളത്. നിലവിൽ ഇവിടുത്തെ ചടങ്ങുകളെല്ലാം പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി വിശ്വാസികളാണ് ഇവിടെ എത്തി ഇത്തരത്തിൽ ബലിതർപ്പണം നടത്താനായി എത്തുന്നത്. ഇവിടെ ഹൈന്ദവ സംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളെല്ലാം നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകളെല്ലാം നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിപുലമായ ചടങ്ങുകൾ ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ഇത്തരത്തിൽ ഈ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട്, അതായത് കുളിക്കാനും വസ്ത്രങ്ങൾ മാറാനും അത്തരത്തിൽ എല്ലാ വിശ്വാസികൾക്കും കൃത്യമായി തന്നെ സൗകര്യം ഇവിടെ ഹൈന്ദവ സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, നിരവധി പേരാണ് ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു ബലിതർപ്പണത്തിനായി എത്തുന്നത്.
നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ടൗൺ എടുത്ത് നോക്കുമ്പോൾ, അതായത് കോഴിക്കോട് നഗരം എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇന്ന് ഏകദേശം 10 മണി വരെ നീളുന്ന ചടങ്ങുകളാണ്. അതായത് ഇന്നലെ വൈകിട്ടോടു കൂടി ആരംഭിച്ച് ഇന്ന് 10 മണിയോടുകൂടി. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധ ചടങ്ങുകളുമുണ്ട്. തിലഹോമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ എത്തുന്ന വ്യക്തമാണ് രമ്യ. ഒരു കാര്യം കൂടി, കഴിഞ്ഞ ദിവസം ഈ ബലിതർപ്പണ ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ രമ്യ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വരക്കൽ ക്ഷേത്രത്തിൽ നിന്നും അവിടെ ചില പരാതികൾ ഉയർന്നിരുന്നു. അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്തിയിട്ടില്ല, കുളിക്കാനുള്ള സൗകര്യം പോലും ഇല്ല തുടങ്ങിയ പരാതികൾ ഉണ്ടായിരുന്നു. ഹിന്ദു ഐക്യവേദിയും സേവാഭാരതിയും ഒക്കെയാണ് താൽക്കാലിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നിലവിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഭക്തർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടോ? ഇത്തരത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട സൗകര്യങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ രമ്യ? ആതിര, ഇത്തരത്തിൽ ഈ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഇവിടെ കാര്യമായി തന്നെ ഉണ്ട് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അതായത് ബലിതർപ്പണ ഭൂമിയായി വരക്കലിനെ തീരുമാനിച്ചതിന് ശേഷം ഇത്തരത്തിൽ പലതവണ കോർപ്പറേഷനോട്, അതായത് ശുചിമുറിയുടെ അഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം സ്ത്രീകളുടെ ഉൾപ്പെടെ നിരവധി പേരാണ് നിത്യേന എന്നോണം ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കെല്ലാം എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ശുചിമുറിയുടെ അഭാവം കാരണം ഈ ബലിതർപ്പണം ചെയ്തതിന് ശേഷം കുളിച്ച് വസ്ത്രം മാറാൻ സ്ത്രീകൾക്കുൾപ്പെടെ ഇത്തരത്തിലൊരു ശുചിമുറി ആവശ്യമാണ്. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സ്ഥിരമായി ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്താൻ കോർപ്പറേഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ ഇവിടുന്ന് വലിയ രീതിയിലുള്ള പരാതിയായി ഉയർന്നതാണ്. പക്ഷേ നിലവിൽ ഇന്നത്തെ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തന്നെ സേവാഭാരതിയിലും അതുപോലെ ഹിന്ദു ഐക്യവേദി തുടങ്ങിയ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ താൽക്കാലികമായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കാറുള്ളത്. ഇത്തവണ അത്തരം സൗകര്യങ്ങൾ തന്നെയാണ് നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളതും. കാരണം നമുക്കറിയാം, ദൃശ്യങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പന്തൽ ഉൾപ്പെടെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. താൽക്കാലികമായി ഇവർക്ക് ഇവിടെ വസ്ത്രം മാറുന്നതിനും എല്ലാമുള്ള സൗകര്യങ്ങൾ നിലവിലിപ്പോൾ താൽക്കാലികമായി ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായി ഇവർക്ക് ഇത്തരത്തിലൊരു സംവിധാനം വേണം എന്നുള്ളത് വളരെ കാലമായി ഇവർ ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിയും കോർപ്പറേഷൻ എടുത്തിട്ടില്ല എന്നത് വലിയ രീതിയിലുള്ള ആക്ഷേപം തന്നെയാണ്. കാരണം നിത്യേന ഇത്തരത്തിൽ ബലിതർപ്പണത്തിനായി നിരവധി ആളുകൾ എത്തുന്ന ഒരു ഇടമാണ് കോഴിക്കോടിനെ സംബന്ധിച്ച് വരക്കൽ ബലിതർപ്പണ ഭൂമി എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു സ്ഥിരമായ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത് അനിവാര്യമാണ്. പക്ഷേ അതിന് ഇതുവരെയായിട്ടും കോർപ്പറേഷൻ തയ്യാറായിട്ടുള്ള വർഷങ്ങളുടെ ആവശ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു വാവ് ബലിക്ക് ഇത്തരത്തിൽ തന്നെയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ സംഘടനയും അതുപോലെ തന്നെ സേവാഭാരതി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളെല്ലാം നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ താൽക്കാലികമായി ഒരു സംവിധാനം ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ താൽക്കാലികമായി സംവിധാനങ്ങൾ ഒരുക്കി നൽകുന്നുണ്ട്. അത്തരത്തിൽ ഇത്തവണയും അത് ഒരുക്കി നൽകിയിട്ടുണ്ട്. നിലവിൽ നിരവധി വിശ്വാസികളാണ് ഇവിടെ ഇത്തരത്തിൽ ഈ ഒരു ബലിതർപ്പണത്തിനായി എത്തുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നീണ്ട ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ കടൽ തീരത്തോടനുബന്ധിച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. നീണ്ട ക്യൂ ആണ് ഈ ബലിതർപ്പണത്തിനായി എത്തുന്ന ആളുകൾ. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു ഇടമാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ്, ഏറ്റവും പുണ്യമായിട്ട്. കാരണം ഇവിടെ എത്തി പിതൃക്കൾക്കായി ഈ ഇത്തരത്തിൽ ബലിതർപ്പണം നടത്തിയാൽ അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടുമെന്നും അതിലൂടെ തന്നെ കുടുംബത്തിനെല്ലാം ഐശ്വര്യം കിട്ടുമെന്നും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്ന ഇടം തന്നെയാണ് ഈ വരക്കൽ ബലിതർപ്പണ ഭൂമി. നിലവിൽ ഇപ്പോൾ ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ശ്രേഷ്ഠാചാര്യ സഭയിലെ ആചാര്യന്മാരുടെ എല്ലാം കാർമ്മികത്വത്തിലാണ് ഇത്തരത്തിൽ ചടങ്ങുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. തിലഹോമം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക്, അതായത് പൂജകൾക്കും ഇവിടെ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പന്തലെല്ലാം ഒരുക്കിയാണ്. അതായത് ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം തന്നെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും താൽക്കാലികമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള തന്നെയാണ് അതിര. വ്യക്തമാണ് രമ്യ. എന്തായാലും പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വരക്കൽ ക്ഷേത്രം. അവിടെ നവരാത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കർക്കിടകവാവ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പേർ പിന്നീട് എത്തുന്ന ഒരു ദിവസമാണിന്ന്. എന്തായാലും അവിടെ സ്ഥിരമായിട്ടുള്ള ചില സംവിധാനങ്ങളുടെ അഭാവം അത് നിലനിൽക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇന്ന് വിവിധ ഹൈന്ദവ സംഘടനകളുടെയും മറ്റും ആഭിമുഖ്യത്തിൽ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അവിടെ പിതൃപുണ്യം തേടിയെത്തിയ ആയിരക്കണക്കിന് പേർ ബലിതർപ്പണ
നടത്തുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, നിളയുടെ തീരത്തുള്ള പുണ്യപുരാതനമായ ക്ഷേത്രമാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. അവിടെ ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു ആണ് പ്രതിഷ്ഠ. എന്തായാലും ഇന്നേ ദിവസം അവിടെ നിരവധി ഭക്തരാണ് എത്തുന്നത് എന്ന് നമുക്കറിയാം. കർക്കിടവാവിനായിട്ടുള്ള ആളുകൾ, ഭക്തജനങ്ങൾ, വലിയ തിരക്ക് രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ടോ? എന്താണ് ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങൾ? പറയൂ. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം ബലിതർപ്പണത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. സാധാരണ കർക്കിടക വാവു ബലി ദിനങ്ങളിൽ മാത്രമല്ല, ഇത്തരത്തിൽ നിത്യേന ബലിതർപ്പണം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. കാരണം ബലിതർപ്പണത്തിന് അത്രത്തോളം പ്രാധാന്യമുള്ള ത്രിമൂർത്തി സംഗമസ്ഥാനം കൂടിയാണ്. മഹാവിഷ്ണുവും ശിവനും ബ്രഹ്മാവും ഒക്കെ ഉള്ള ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബലിതർപ്പണത്തിന് ഏറെ പ്രാധാന്യം. ഈ കർക്കിടക വാവ് ബലി ദിനത്തിലും വലിയൊരു തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഏകദേശം 1.5 ലക്ഷത്തിൽ കൂടുതൽ വിശ്വാസികൾ ഇവിടെ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുലർച്ചെ 2 മണി മുതൽ തന്നെ ഇവിടെ കർമ്മങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 15ഓളം കർമ്മികളുടെ നേതൃത്വത്തിലാണ് ഇവിടെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ കൽപ്പടവുകളിലും നിരവധി ഭക്തർ ഇരുന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും മെഡിക്കൽ സംവിധാനവും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും നേരത്തെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ സേവനവും ഇവിടെ ഉണ്ട്. നിരവധി ആളുകളാണ് ഇപ്പോഴും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല, തൊട്ടടുത്ത ജില്ലകളിൽ നിന്ന് അടക്കം ഇവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്, വിശ്വാസികൾ എത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിന്നും പാലക്കാട് നിന്നും അടക്കം മറ്റ് ഇതര ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമുള്ള ആളുകൾ ഈ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലേക്ക് ഈ ബലിതർപ്പണ ദിവസത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ക്ഷേത്രത്തിന്റെ പരിസരത്തുമെല്ലാം തന്നെ റൂമുകൾ എടുത്തും ക്ഷേത്ര പരിസരത്ത് താമസിച്ചുമെല്ലാം തന്നെ നിരവധി ഭക്തരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ക്ഷേത്രവും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ കർക്കിടക വാവു ബലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബലിതർപ്പണ ദിനം കൂടിയാണ്. പ്രത്യേകിച്ച് പിതൃതർപ്പണത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദിവസത്തിൽ ഇത്രയധികം ആളുകൾ, വിശ്വാസികൾ ഈ ഒരു ക്ഷേത്രത്തിലേക്കും ഇതോടൊപ്പം തന്നെ ഇങ്ങനെ വാവുബലി നടക്കുന്ന ക്ഷേത്രങ്ങളിലേക്കൊക്കെ തന്നെ എത്തുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം പിതൃക്കളുടെ ആത്മാക്കൾക്ക് തർപ്പണം ചെയ്യാൻ ഏറ്റവും പുണ്യകരമായ ഒരു ദിവസം കൂടിയാണ് ഈ കർക്കിടക വാവുബലി ദിവസം എന്ന് പറയുന്നത്. കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം കൂടിയാണ് ഈ ഒരു ദിവസം. അതുകൊണ്ട് തന്നെയാണ് പിതൃക്കൾക്ക് ഏറെ പുണ്യമുള്ള, പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്നുള്ള അതാണ് ഹിന്ദു വിശ്വാസികൾ കണക്കാക്കുന്നത്. സൂര്യൻ തെക്കോട്ട് സഞ്ചരിക്കുന്ന കാലമായ ദക്ഷിണായനത്തിലാണ് ഈ ഒരു കർക്കിടക വാവ് ബലി ഉള്ളത്. അതായത് ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടക മാസത്തിലെ കർക്കിടക വാവ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ചെയ്യുന്ന തർപ്പണത്തിന് പ്രത്യേക ഫലസിദ്ധി ലഭിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളെല്ലാം തന്നെ ഈ ഒരു ദിവസത്തിൽ പിതൃക്കൾക്ക് വേണ്ടി ബലിതർപ്പണം നടത്തുന്നത്. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിലും നിരവധി വിശ്വാസികൾ ആണ് ഇപ്പോൾ ഇവിടെ ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി പുലർച്ചെ 2 മണി മുതൽ തന്നെ ഈ ബലിതർപ്പണം ആരംഭിച്ചു. ഏകദേശം 11 മണി വരെ വിശ്വാസികളുടെ ഒരു ഒഴുക്ക് തന്നെ ഇവിടെ ഉണ്ടാകും. 10,000 ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10,000 ഈ ദിവസത്തിൽ, ഈ നാളിൽ ഇവിടെ ബലിതർപ്പണം നടത്താനായി ഇവിടെ എത്തും. എന്തായാലും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തന്നെ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കർമ്മികളൊക്കെ തന്നെ കൃത്യമായി ഇപ്പോൾ പുലർച്ചെ മുതൽ തന്നെ അതിന്റെ ബലിതർപ്പണ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അശ്വതി, വിദാസ്, ത്രിമൂർത്തി സംഗമസ്ഥാനമായ മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ അങ്ങനെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. പുലർച്ചെ 2 മണി മുതൽ അവിടെ ചടങ്ങുകൾ തുടങ്ങി. എന്തായാലും പിതൃപുണ്യം തേടി 10,000 കണക്കിന് ഭക്തരാണ് തിരുനാവായയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.